ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാജപ്പൻ വീണ്ടും വിക്രത്തോട് പൈസ ചോദിക്കാട്ടോടാ, എനിക്ക് തരാനുള്ള പൈസ താടാ, ബാക്കി 7 ലക്ഷം രൂപ നിങ്ങൾ തന്ന സ്വർണം ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കി, ബാക്കി 10 ലക്ഷം രൂപ എനിക്ക് താടാന്ന് പറയാണ്. എൻ്റെ കയ്യിലൊന്നും ഇല്ല, നിങ്ങൾക്ക് പണം എൻ്റെ കയ്യിലാണ് തന്നത് അല്ലല്ലോ, പണം തന്നത് കൊടുത്തത് ആരുടെ കയ്യിലാണോ അവരുടെ തന്നെ പോയി ചോദിക്കുന്നു പറയണം. എടാ, നിന്റെ അച്ഛനല്ലേടാ അത്, നിനക്ക് വേണ്ടിയല്ലേടാ ജീവിച്ചത്, നിനക്ക് വേണ്ടി ഒരാൾ കിഡ്നി പോലും തന്നില്ലേടാ, അതുകൊണ്ട് അയാൾക്ക് പണത്തിന്റെ ആവശ്യം നീയല്ലട തരേണ്ടെന്ന് ചോദിക്കുകയാണ്. അയ്യോ, എൻ്റെ കയ്യിൽ എവിടെയാ പണം ഉള്ളത്, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, നിങ്ങൾ അയാൾ തന്നെ പോയി ചോദിക്കുന്നു പറയാണ്. അങ്ങനെ നമ്മുടെ രാജപ്പൻ വീണ്ടും പ്രകാശിന്റെ അടുത്തേക്ക് വരുവാണ്. എടാ, നിന്റെ മകനടുത്ത് ഞാൻ പണം ചോദിച്ചപ്പോഴേ നിന്റെ അടുത്ത് പോയി ചോദിക്കാൻ അവൻ പറഞ്ഞത്, നീയായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലേക്ക് അവൻ സംസാരിച്ചത്. നീ ഇനിയെങ്കിലും മനസ്സിലാക്കടാ വിക്രമേ, ഒരു ആവശ്യം വന്നാൽ നിന്നെ ഉപേക്ഷിച്ച് പോകണം, നീ ഒന്ന് കിടപ്പിലായി നോക്കട്ടെ, അവൻ നിന്നെ ഉപേക്ഷിച്ച് പോകും, നോക്കിക്കോ എന്ന് പറയാണ്. അങ്ങനെ പ്രകാശം പണ്ടില്ല, എൻ്റെ മോൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല എന്നൊക്കെ അപ്പോഴും പറയും കേട്ടോ. ശേഷം വിക്രം നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പ്രകാശിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അച്ഛൻ ആ പണം മേടിച്ചുകൊണ്ട് എനിക്കൊരു സമാധാനമില്ല, ആ രാജപ്പൻ എന്നെ എപ്പോൾ കണ്ടു പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കിതൊന്നും പറ്റില്ല കേട്ടോ, ഇനി അയാൾ ചോദിച്ചു എന്നെ നാട് വിട്ടു പോകും. എടാ മോനെ, നീ എന്തൊക്കെയാ പറഞ്ഞു, നീ നാട് വിട്ടു പോകുന്നോ, അപ്പൊ എന്നെ അമ്മേനെയൊക്കെ ഉപേക്ഷിച്ച് നീ നാട് വിട്ടു പോകും? ആ പോകും, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, മറ്റുള്ളവരുടെ പരിഹാസം കേൾക്കാനോ? പിന്നെ അച്ഛനെ പണം കൊടുക്കാൻ പറ്റില്ല, എനിക്കും കൊടുക്കാൻ പറ്റുമെന്നില്ല, അച്ഛൻ എന്താ ചെയ്യും, ഞാൻ ഇവിടെ നിന്ന് പോകും, അത്രേ ഉള്ളൂ. ഞാൻ 2-3 കൂട്ടുകാരത്ത് പറഞ്ഞിട്ടുണ്ട് പുറത്ത് പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകാനായിട്ട്, അങ്ങനെ ശരിയാവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും എന്നൊക്കെ വിക്രം പറയാണ്. അങ്ങനെ വിക്രത്തിന്റെ തനി സ്വഭാവം പ്രകാശം മനസ്സിലാക്കുക കേട്ടോ. പ്രകാശൻ അങ്ങനെ തന്നെത്താനെ മനസ്സിലാക്കാണ്, തന്റെ പെമ്മക്കൾ തന്നെയാണ് ശരി, തന്റെ ഭാര്യമാര് തന്നെയാണ് ശരി എന്നുള്ള സത്യം. അങ്ങനെ പതുക്കെ പ്രകാശിന്റെ മനസ്സ് മാറി തുടങ്ങാണ്. കല്യാണിയായിരുന്നു ശരി, കല്യാണിനെ താൻ സ്നേഹിച്ചിരുന്നെങ്കിൽ തനിക്ക് ഒരിക്കലും ഈ ഒരു അവസ്ഥ തനിക്ക് വരില്ലെന്ന്, താൻ കിടപ്പിലായാലും തന്റെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണെങ്കിൽ കല്യാണി തന്നെ നോക്കിയാണെന്നുള്ള സത്യങ്ങളൊക്കെ പ്രകാശം മനസ്സിലാക്കാണ്. അങ്ങനെ പ്രകാശം പതുക്കെ കല്യാണിനെ സ്നേഹിക്കുന്ന ഭാഗങ്ങളാട്ടോ നമ്മൾ ഇനി കാണാൻ പോണത്. ഏതായാലും ആ ഒരു ഭാഗങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ഇന്നത്തെ പ്രൊമോയിലും കാണാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.